ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി പിസയാണ്. ഇത് നമ്മൾ സാധാരണ എല്ലാവരും റെസ്റ്റോറൻറ്റിലും പിസ്സ ഹട്ടിലും അവിടെയൊക്കെ പോയി കഴിക്കുന്ന ഒരു വിഭവമാണല്ലോ. ഇത് പക്ഷെ നമുക്ക് കടയിലൊന്നും പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ ഇത് അതേ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മൈദയാണ്. ഇത് ഒരു 3 കപ്പ് മൈദ അളന്ന് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഇത് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഉപ്പുമുണ്ട്, പിന്നെ ഒരു 200 ml വാം വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയത് പിന്നെ ഈസ്റ്റ് ആണ്. ഇതൊരു 11 ഗ്രാമിന്റെ ഈസ്റ്റ് ആണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ചെറിയ ഗ്രെയിൻസ് ഉള്ള ഈസ്റ്റ് ആണ്, മറ്റേ വലുതല്ല. ഇത് ഇടുന്നതാണ് നല്ലത് കേട്ടോ. മറ്റേനെക്കാട്ടിലും മറ്റേ നമ്മൾ നാട്ടിലേക്ക് ഇടുന്ന കുറച്ച് വലുതല്ലേ, അതിനെക്കാട്ടിലും നല്ലത് ഈ ചെറിയ പൊടിയായിട്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇതിന് നല്ലത്. അപ്പൊ ഇതിന് ആക്ച്വലി നമുക്ക് ഇത് ഫുൾ 11 ഗ്രാം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 7 ഗ്രാമോളം മതി. ഒരു ഏകദേശം കണക്കനുസരിച്ച് നമുക്ക് ഒരു 3/4 പാക്കറ്റോളം ഇട്ട് കൊടുക്കാം ഇതിനകത്ത്. അപ്പം ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടാലും മതി. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വാം വാട്ടറിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യം അതിനകത്തോട്ട് പഞ്ചസാര ഇടുവാണ്. ഈ വാം വാട്ടറിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇടുന്നത് ഇത് നന്നായിട്ട് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ്. ഇനി ഈസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇതൊന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരണം, ഒന്ന് പൊങ്ങി വരണം. ഒത്തിരി ചൂടുവെള്ളം ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പം ഈസ്റ്റ് ആക്ടിവേറ്റ് ആവത്തില്ല. വാം വാട്ടറിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പം ആ കാര്യമൊന്ന് ശ്രദ്ധിക്കണം. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവിനകത്ത് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സാധനം ഇതിനകത്ത് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഈസ്റ്റിന്റെ മിക്സ്ചറിനകത്തോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ 3 കപ്പ് മൈദയ്ക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു ഏകദേശം ഒരു 300 ml വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഈസ്റ്റ് കലക്കിയ വെള്ളവും പിന്നെ അല്ലാതെ ഒരു 100 ml കൂടെ നോക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇതുണ്ട്, ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ലാത്ത ഇതുപോലത്തെ ഒരു ഡൗ ആണ്. വാം വാട്ടർ ആണ് ഞാൻ പിന്നെയും യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു ശകലം ഒലിവ് ഓയിലും കൂടെ ഒന്ന് കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഇതിന്റെ മേളിൽ കൂടെ ഒന്ന് ആക്കിയിട്ട് നമുക്കിതൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല, പൊങ്ങാനായിട്ട് വെക്കാം. ഒരു നനഞ്ഞ തുണി മേളിൽ
ഇട്ടേക്കണം. നനഞ്ഞ് പിഴിഞ്ഞ ഒരു തോർത്തോ നല്ലൊരു ക്ലീൻ ടവല്. ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെക്കാൻ പോവാണ്. ഒരു 1.5 മണിക്കൂർ നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇതിപ്പോൾ ഒത്തിരി വെള്ളമായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ടൊന്ന് കുഴച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല, നന്നായിട്ട് തന്നെ വരും. പിന്നെ ഇപ്പം ഞാൻ 3 കപ്പ് പൊടിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ 1 കപ്പ് പൊടിയും കൂടെ നിങ്ങൾ എക്സ്ട്രാ വെച്ചേക്കണം. നമ്മൾ ഇത് പൊങ്ങി കഴിയുമ്പോൾ ഇത് കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 1 കപ്പ് പൊടി മാറ്റി വെക്കണം. ഓക്കെ, അപ്പം ടോട്ടൽ നിങ്ങൾക്ക് എടുക്കേണ്ടത് 4 കപ്പ് മൈദയാണ്. അപ്പം 3 കപ്പ് ഞാൻ ഇതിലിട്ടു. 1 കപ്പ് നമുക്ക് ലാസ്റ്റിൽ ഡസ്റ്റ് ചെയ്യാനും ഇത് വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇട്ട് കുഴയ്ക്കാനും ഒക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഒരു ക്ലീൻ ടവൽ കൊണ്ട് മൂടിയിട്ട് ഒരു വാം പ്ലേസിൽ പൊങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ വേണ്ടിയത് എന്തൊക്കെയാന്ന് വെച്ചാൽ ക്യാപ്സിക്കം വേണം. ഇത് ഞാനിവിടെ റെഡും യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതെടുക്കുക. പിന്നെ കുറച്ച് സവാള വേണം. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ച് വയ്ക്കുക. പിന്നെ ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ വെജിറ്റബിളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഷ്റൂം ഉണ്ട്, പിന്നെ ഒലിവ് ഉണ്ട്. ഗ്രീൻ ഒലിവോ അത് അല്ലെങ്കിൽ പർപ്പിൾ കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്, ഷ്രെഡഡ് മോസറല്ല ചീസ്, അതും എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൈദ കുഴച്ച് വെച്ചിരുന്നില്ലേ, ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ എയർ ഒക്കെ ഒന്ന് പഞ്ച് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കൂടെ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് കുറച്ച് ഉപ്പും ഒരു അരമണിക്കൂർ കുരുമുളകും ഇട്ട് വേവിച്ച് മാറ്റി വെക്കാം. ഇപ്പം നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇപ്പം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പ് മാവും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത പോലെ കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ആദ്യം പറ്റിയിട്ട് കുറച്ച് മൈദ ഇട്ട് ഇങ്ങനെ തട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ നേരം വെക്കത്തില്ല, ഇത് അടിയിൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മാവ് എടുക്കുക, അതിൽ നിന്ന് കുറച്ച് ഡിവൈഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ മാവ് ഇതിനകത്ത് ഇങ്ങനെ പരത്തി കൊടുക്കണം. കയ്യിൽ ഇച്ചിരി ഇതുപോലെ മയം പരട്ടിയിട്ട് ഒരു കുറച്ച് എണ്ണ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഒന്ന് പരട്ടിയിട്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. ഇത് കുറച്ച് തിക്ക് ക്രസ്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ഒരു കട്ടിക്കാണ് പരത്തി കൊടുക്കുന്നത്. തിൻ ക്രസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ഫോർക്കും കൊണ്ട് ഇതിനകത്തൊന്ന് കുത്തി കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വെച്ചു കൊടുക്കാം. ആദ്യം വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കാം. നമുക്ക് ഒലിവ്സും കൂടെ റെഡി ചെയ്ത് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. ഈ സൈഡിലും കൂടെ ഞാൻ കുറച്ച് ചീസ് ഇടാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ മടക്കി വെക്കാം. കണ്ടോ, ഇനി നമ്മൾ ഈ ക്രസ്റ്റിന്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ തൂവി കൊടുക്കാം. ഇപ്പൊ ഈ ക്രസ്റ്റിനകത്തും ഞാൻ ചീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ചീസി ആയിട്ടുള്ള ക്രസ്റ്റിനകത്തും ചീസ് കാണും. അതിനാണ് ഞാൻ അങ്ങനെ സൈഡ് വെച്ചിട്ട് മടക്കി കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് എൻ്റെ മേലിൽ കൂടെ കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഒലിവ് ഓയിലും കൂടെ. ഇത് ഓവനിൽ വെക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടിയിൽ കുറച്ച് തിക്കായിരിക്കുമല്ലോ ക്രസ്റ്റ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഇതൊന്ന് അതിൻ്റെ അടിയിലൊന്ന് വേകാനായിട്ട് 5 മിനിറ്റ് സ്റ്റൗവിൽ വെക്കും.
ഇപ്പൊ ഞാൻ ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അത്ര മാത്രം മതി. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നോക്കണം കേട്ടോ എത്ര നേരം എടുക്കുമെന്നത്. ഞാൻ എത്ര മിനിറ്റ് എടുത്തെന്ന് പറഞ്ഞു തരാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാം. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു പിസ്സയും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. അതിന് ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ഒരു പാനായിരുന്നു. ഇതിനകത്താണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനായിരുന്നു. അതിനകത്ത് ഞാൻ ഇതുപോലെ എണ്ണ തൂത്തിട്ട് മൈദ ഇട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡോ എടുത്തിട്ട് നേരത്തെ പരത്തിയ പോലെ തന്നെ ഇതിനകത്തും പരത്താൻ പോവാണ്. നിങ്ങൾക്ക് റോളർ പിൻ വെച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്കും കൊണ്ട് കുത്തി കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പിസ്സ സോസ് ഒഴിക്കാം. പിസ്സ സോസിന്റെ കളറൊക്കെ കണ്ടോ, നല്ല റെഡ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അടിപൊളി. അത് തന്നെ അതേ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ക്യാപ്സിക്കവും ചിക്കനും ഇതെല്ലാം ഇതിനകത്ത് വയ്ക്കാം. ഒലീവ്സ് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ചീസ്. ഇതും 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. ഒരു തിൻ പിസ്സ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നല്ല തിന്നായിട്ട് ഇത് പരത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ റോളർ പിന്ന് വെച്ചാണ് ഇത് പരത്തി എടുത്തേക്കുന്നത്. നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ബേക്കിംഗ് ട്രേ ആണ്. അതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് ഇതൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. പിസ്സ സോസ് ഒഴിക്കാം. കുറച്ച് സീസണിങ്സ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒലിവ് ഓയിലും. ഇതാ ഇപ്പം നമ്മുടെ ഒരു പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ഓളം എടുത്ത് കാണും. ഇനി ഞാൻ സ്റ്റൗവിലും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. നമ്മൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പം ഞാനൊരു വലിയൊരു പാത്രം ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇതുപോലത്തെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ദോശക്കല്ലിൽ തന്നെ ഇതുപോലെ പരത്തിയിട്ട് എല്ലാ സാധനങ്ങളും അതുപോലെ ഇട്ടിട്ട് ഇതിനകത്ത് വെക്കാൻ പോവാം. ഇനി നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ടുവന്ന് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇതാ നമ്മുടെ അടുത്ത പിസ്സയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ക്രഞ്ചി നല്ല തിക്കായിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തിൻ ക്രസ്റ്റ് പിസ്സയും റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി പിസ്സ റെഡിയായി. ഇനി ഇതൊന്ന് ഈ തിൻ ക്രസ്റ്റ് പിസ്സ ഒന്ന് മുറിച്ച് കാണിക്കാം ഞാൻ. ഇപ്പൊ നമ്മുടെ സ്റ്റൗവിൽ വെച്ച പിസ്സയും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ഏകദേശം ഒരു 45 മിനിറ്റ്സോളം എടുത്ത് കാണും. നല്ല ഓവനിൽ ഉണ്ടാക്കിയ പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ പിസ്സയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പിസ്സ. നമ്മൾ സ്റ്റൗവിൽ ഉണ്ടാക്കിയ പിസ്സ കണ്ടോ, സൂപ്പർ. അതുപോലെ ഒന്നും വ്യത്യാസമില്ല, അതേപോലെ തന്നെ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല സൂപ്പർ പിസ്സ ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു.